ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈ പാസ് ആർ സി സർക്യൂട്ടാണ്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഹൈ പാസ് ആർ സി സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് അറിയാം. നമ്മളത് ഡിറൈവ് ചെയ്തു. V0 of t is equal to V e raised to minus t by RC. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നൽ, വിയിൽ നിന്നും എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു സിഗ്നലായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തിരുന്നു. നമുക്ക് അടുത്ത അനാലിസിസിലേക്ക് പോകാം. ദറ്റ് ഈസ് റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ടു പൾസ് ഇൻപുട്ട്. ഒരു പൾസ് ഇൻപുട്ട് നമ്മൾ ആർ സി ഹൈ പാസ് സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് റെസ്പോൺസ്? അതാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പൾസിൻ്റെ വിഡ്ത്ത് ടി പി ആണ്. 0 മുതൽ ടി പി വരെയുള്ള വി ആംപ്ലിറ്റ്യൂഡുള്ളൊരു പൾസാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ അതുപോലെ നമുക്ക് അറിയാം, ദ അപ്ലൈഡ് വോൾട്ടേജ്, ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി സി പ്ലസ് വി ആർ. ഈ വി ഐ ഓഫ് ടി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, ഇതിൻ്റെ ഒരു സമ്മിന് ഇക്വലൻ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ. നമുക്ക് ഈ ഒരു അനാലിസിസ് 3 കേസസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ കേസ് 1, ദാറ്റ് ഈസ് അറ്റ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0. സോ ടൈം ടി ഈക്വൽ ടു 0 നമുക്കറിയാം, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. സോ ദർ വിൽ നോട്ട് ബി എനി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് C act as a short circuit. C will act as short circuit. So capacitor voltage 0 ആയിരിക്കും. So the entire voltage will appear across, നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ആ എൻറ്റയർ വോൾട്ടേജ് ആറിന് അക്രോസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം ടി ഈസ് ഈക്വൽ ടു 0യിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് വി ആണ്. ആ വി വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0, the capacitor, there will not be any voltage across capacitor. Since the capacitor acts as a short circuit, the entire voltage will appear across R. So നമുക്ക് പറയാം വി സിയുടെ വാല്യൂ 0 ആണ്. വോൾട്ടേജ്, there is no voltage drop across capacitor. So ആ അപ്ലൈ ചെയ്തേക്കുന്ന വി ഐ എഫ് ടിയുടെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു 0യിൽ വി വോൾട്ട് ആണ്. ആ വി വോൾട്ടും നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വി ആർ ഈസ് ഈക്വൽ ടു വി, വി ആർ ഈസ് ഈക്വൽ ടു വി, അല്ലെങ്കിൽ ആ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ് നമ്മൾ V0 ഓഫ് ടി എന്ന് പറയുന്നത്. സോ V0 ഓഫ് ടിയുടെ വാല്യൂ വി തന്നെ ആയിരിക്കും ടി ഈസ് ഈക്വൽ ടു 0യിൽ. സോ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ 0യിൽ വാല്യൂ നമുക്ക് വി തന്നെയാണ്. സോ ദിസ് ഈസ് വി. സോ ഞാനിവിടെ റെസ്പോൺസ് ഇൻപുട്ടും കൂടെ ഒന്ന് ഡോട്ടഡ് ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്തേക്കുവാണ്. സോ ടി പി ആണ് നമ്മുടെ പൾസ് വിഡ്ത്ത്. സോ ദിസ് ഈസ് ടി പി, പൾസ് വിഡ്ത്ത്. സോ ആ പൾസ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 0യിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വി തന്നെയാണെന്ന് നമുക്ക് ക്ലിയർ ആയി. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് മെഷർ ചെയ്യുന്നത്. സോ വി തന്നെയാണെന്ന് നമുക്ക് ക്ലിയർ ആയി. നമുക്ക് കേസ് 2ലേക്ക് പോവാം. കേസ് 2 മീൻസ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തു. നമ്മൾ 0 മുതൽ ടി പി വരെ അനലൈസ് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ ടൈം പീരീഡ് 0 മുതൽ ടി പി വരെ, 0 ടു ടി പി, ആ പൾസിൻ്റെ ആ ടൈം പീരീഡ് ടി പി വരെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ ഒരു വി വോൾട്ടേജ് ഉള്ള ഒരു പൾസാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിക്കും? ദ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ചാർജിങ്. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. ടി ഈസ് ഈക്വൽ ടു 0യിൽ അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ നമ്മളത് കപ്പാസിറ്റർ സ്ലോലി അത് ചാർജ് ചെയ്ത് തുടങ്ങുവാണ്. സോ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്. അത് എക്സ്പോണൻഷ്യലി ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. സ്റ്റാർട്ട്സ് ചാർജിങ് ടുവേർഡ്സ് വി. സോ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഒരു വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ കപ്പാസിറ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ്, നേരത്തെ കേസിൽ വി സി 0 ആയിരുന്നു. ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു വി സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്
കപ്പാസിറ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ അത് കാരണം നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. ആ ഇനിഷ്യലി ഉള്ള വി വോൾട്ടേജിൽ നിന്നും അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കപ്പാസിറ്റർ ചാർജ് ചെയ്യുവാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതനുസരിച്ച് ദർ വിൽ ബി എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ. ഇവിടെ വി സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് അങ്ങനെയും പറയാം, വി സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. വി സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വിൽ സ്ലോലി ഡിക്രീസസ്. സോ നമുക്ക് പറയാം വോൾട്ടേജ് അക്രോസ് resistor decreases exponentially. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ്. സോ ദ വോൾട്ടേജ് അക്രോസ് ആർ വിൽ ഓൾസോ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. സോ ആ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ റെസ്പോൺസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഒരു സ്റ്റെപ്പിന് ഇക്വലൻ്റ് ആണ് ദിസ് ഇസ്. സോ ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കുമോ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് സംഭവിക്കുന്നത്. കപ്പാസിറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ വോൾട്ടേജ് എക്സ്പോണൻഷ്യലി ആയിട്ട് ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ചെയ്യുന്ന ഫോർമുല വിയിൽ നിന്നുമാണ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പോലെ തന്നെ അത് റെസ്പോണ്ട് ചെയ്യും വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. സോ നമുക്കത് ആ റെസ്പോൺസ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. സോ ദ കപ്പാസിറ്റർ will start charging towards V and the voltage across R decreases exponentially. Voltage across R ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. സോ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിരിക്കും ഇവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ എക്സ്പോണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ടിൽ പഠിച്ചതുപോലെ തന്നെ സെയിം ഇക്വേഷനാണ് കിട്ടുന്നത്. വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇങ്ങനൊരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഞാൻ ഈ ഒരു പോയിന്റിനെ വി എ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. വി എ ആ ടി പിയിൽ അത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എൻ പോയിന്റിനെ വി എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ആ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ വി ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. ഇതാണ് കേസ് 2 നമുക്ക് അനലൈസ് ചെയ്തത്. ദെൻ കേസ് 3 നോക്കാം. കേസ് 3 ഇപ്പോൾ 0 മുതൽ ടി പി വരെയായി. അറ്റ് ടി പി നമ്മൾ അറ്റ് ആ പൾസിൻ്റെ വിഡ്ത്തിൻ്റെ എൻ പോയിന്റ് ദാറ്റ് ഈസ് ടി പി. ദാറ്റ് അറ്റ് ടി പി അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി പി. അറ്റ് ടി ഈക്വൽ ടു ടി പിയിൽ നമുക്ക് ഒരു വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നമ്മൾ മെഷർ ചെയ്തു. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിനെ നമ്മൾ അല്ലെങ്കിൽ ആ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ടി പിയിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് അത് തന്നെയാണ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. സോ വി ക്യാൻ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ദാറ്റ് ഈസ് വി എ. ആ കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് കിട്ടുന്ന വാല്യൂ വി എ എന്ന് പറയുന്നത് വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി പി ബൈ ആർ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ടിക്ക് ടി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് വി എ വാല്യൂ കിട്ടും. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് ടി പിയിലെത്തി നിൽക്കുമ്പോൾ ഉള്ള ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ആ സെയിം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ അന്നേരമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് വി ഇ റേസ് ടു മൈനസ് ടി പി ബൈ ആർ സി എന്ന് നമുക്ക് എഴുതാം. ഇനി കേസ് 4 നമ്മൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി പി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ നമുക്ക് മനസ്സിലാവും അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി പിയിലെത്തുമ്പോൾ ദ ഇൻപുട്ട് സഡൻലി ഡ്രോപ്സ് ടു വി വോൾട്ട്. അവിടെ ഒരു വി വോൾട്ട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി പി ദർ ഈസ് എ സഡൻ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട്. ഇപ്പോൾ ടി പിയിൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുകയാണ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി പി. സോ കേസ് 4 അഗെയിൻ at t is equal to Tp, there is the input voltage suddenly changes by V volt. So ഇൻപുട്ടിന് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും, ഒരു വി വോൾട്ട് ചേഞ്ച് ടി പിയിൽ ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിന് ഒരു പെട്ടെന്നൊരു സഡൻ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ ആ ഒരു സഡൻ ചേഞ്ചിനെ റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ ദ കപ്പാസിറ്റർ നോട്ട് അലൗസ് ദ സഡൻ ചേഞ്ചസ് ടു വോൾട്ടേജ്.
സോ ആ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്തില്ല ആ ഒരു സഡൻ ചേഞ്ചിനെ. സോ നമുക്ക് പറയാം ആ ഉണ്ടാവുന്ന ആ സെയിം വി വോൾട്ട് വിൽ അപ്പിയർ അക്രോസ് ദ, സോ അഗെയിൻ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ ആ കപ്പാസിറ്റർ അവിടെ ഒരു ചാർജിങ് ഒന്നും നടക്കില്ല, കപ്പാസിറ്റർ ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദ സഡൻ ചേഞ്ചസ് ഓഫ് ഇൻപുട്ട്. അപ്പം നമുക്ക് പറയാം ടി പിയിൽ ഒരു വി വോൾട്ടിൻ്റെ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു സഡൻ ചേഞ്ചിനെ നമ്മുടെ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്തില്ല. സോ ആ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് അപ്പിയർ ചെയ്യും. ആ അപ്പിയർ ചെയ്യുന്ന വാല്യൂ നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ പറയാം ദർ ഈസ് എ സഡൻ ഡ്രോപ്പ്. നമ്മുടെ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ ആ ഒരു വി വോൾട്ട്, ഇത് ഒരു വി വോൾട്ട് ചേഞ്ച് ആണ്. ആ വി വോൾട്ട് ചേഞ്ച് നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് തന്നെ കാണാൻ പറ്റും. ആ ഒരു വി വോൾട്ട് ചേഞ്ച് നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ്. സോ ആ വി എ എന്ന് പറയുന്ന പോയിന്റ് അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യും, ഒരു വി വോൾട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യും. സോ നമുക്കൊരു പുതിയ വാല്യൂ വി ബി, റെസിസ്റ്റർ അക്രോസ് വോൾട്ടേജ്, ഒരു വി വോൾട്ടിൻ്റെ ഒരു ഡ്രോപ്പ് അവിടെ ഉണ്ടാവും. റെസിസ്റ്ററിന് അക്രോസ് ഒരു വി വോൾട്ട് ഡ്രോപ്പ്, അവിടെ ഒരു ചേഞ്ച് നമുക്ക് കാണാം. സോ വി എ എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നും വി ബി എന്ന് പറയുന്ന വാല്യൂയിലേക്ക് മാറും വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇവിടെ നമുക്കൊരു വി ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ ഒരു ഇൻപുട്ടിൻ്റെ ആ ഒരു സഡൻ ചേഞ്ചിനെ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യാത്തത് കാരണം. സോ ആ ഒരു വി ചേഞ്ച്, ആ ഒരു നെഗറ്റീവ് ഹാഫിലേക്ക് ഉള്ള ഒരു വി ചേഞ്ച് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ബി, ആ വി ബിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് വി ബി? സോ വി ബി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം വി എ മൈനസ്, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി എന്ന് എഴുതാം. വി എ മൈനസ് വി ബി എന്ന് പറയുന്നതാണ് ആ വി വോൾട്ട്. സോ വി ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. വി എയുടെ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, വി ഇ റേസ് ടു മൈനസ്, സോ വി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. വിയുടെ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വി ഇ റേസ് ടു മൈനസ് ടി ബി ബൈ ആർ സി. സോ ഇവിടുന്ന് ഞാൻ വി ബി കണ്ടുപിടിക്കാൻ പോവാണ്. വി ബി എന്താണ്? വി ബി ഈസ് ഈക്വൽ ടു വി മൈനസ് വി ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി. വി ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി. സോ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി പി ബൈ ആർ സി മൈനസ് വി. സോ വി കോമൺ എടുക്കുവാണെങ്കിൽ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി പി ബൈ ആർ സി മൈനസ് 1. സോ ഇതായിരിക്കും വി ബിയുടെ എക്സ്പ്രഷൻ. സോ നമ്മൾ വി എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടു. ആ വി ടി പിയിൽ തന്നെ ഒരു സഡൻ ചേഞ്ച് വി ഉണ്ടാവുന്നു ഇൻപുട്ടിൽ. ആ ഉണ്ടാവുന്ന ചേഞ്ച് കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ റെസ്പോണ്ട് ചെയ്യാത്ത വാല്യൂ നമുക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. സോ വി ബിയുടെ വാല്യൂ നമുക്ക് അതുവഴി മെഷർ ചെയ്യാൻ പറ്റും. വി ബി മീൻസ് ദാറ്റ് പോയിന്റ്, ആ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന പോയിന്റിനെയാണ് വി ബി എന്ന് പറയുന്നത്. ആ വി ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് കേസ്, അപ്പോൾ നമ്മൾ ടി പി വരെ അനലൈസ് ചെയ്തു. ദെൻ കേസ് 5 എന്ന് പറയുന്നത്, കേസ് 5 മീൻസ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി പി. ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി പി. സോ ടി ഗ്രേറ്റർ ദാൻ ടി പിയിൽ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ടി ഗ്രേറ്റർ ദാൻ ടി പിയിൽ ഇൻപുട്ട് വാല്യൂ ഈസ് 0. ഇൻപുട്ട് 0 ആണ്. ഇൻപുട്ട് 0 മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. സോ ടി പിക്ക് ശേഷം ഇൻപുട്ട് 0 ആണ്. ഇൻപുട്ട് 0 മീൻസ്, സോ പെട്ടെന്ന് ഇൻപുട്ട് 0 ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജസ്, കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജസ് ടു 0. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ 0യിലേക്ക് എക്സ്പോണൻഷ്യലായിട്ട് ഡിസ്ചാർജ് ചെയ്യും. സോ നമുക്കിവിടെ എഴുതാം, കപ്പാസിറ്റർ വിൽ discharges exponentially to 0. So capacitor discharge ചെയ്യുന്നു. capacitor discharges means, സോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഈ നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ടു 0 വാല്യൂയിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ ഔട്ട്പുട്ട് വിൽ എക്സ്പോണൻഷ്യലി ചേഞ്ചസ് ടു
or decay to 0 value. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ ഒരു റെസ്പോൺസിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. സോ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജസ് എക്സ്പോണൻഷ്യലി ടു 0 and we can measure V0 of t that is equal to ആ കപ്പാസിറ്ററിനുണ്ടാവുന്ന ചേഞ്ച് ഇവിടെ നമുക്ക് എഴുതാം. ഇത് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ടു 0 എന്ന് ഞാൻ പറഞ്ഞു. വി ബി എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നുമാണ് അത് എക്സ്പോണൻഷ്യലി ഡീക്കേ ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം. സോ ഇവിടുത്തെ ആ ഒരു ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ the expression is V0 of t is equal to വി ബിയിൽ നിന്നുമാണ് അത് എക്സ്പോണൻഷ്യലി ഡീക്കേ ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് ടി പി ബൈ ആർ സി. സോ ടി മൈനസ് ടി പി കൺസിഡർ ചെയ്യാൻ നമ്മൾ ടി പി ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ടി പിക്ക് ശേഷമുള്ള ആ ഒരു എക്സ്പോണൻഷ്യൽ ചേഞ്ച് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ടി ഗ്രേറ്റർ ദാൻ ടി പിയിലുള്ള വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ സപ്പോസ് ടോട്ടൽ ടൈം പീരീഡ് ടി ആണെങ്കിൽ ടി പി വരെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. സോ ടി മൈനസ് ടി പി വാല്യൂ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് വാല്യൂ ഈസ് കൺസിഡറിങ്. സോ നമുക്ക് ടി മൈനസ് ടി പി അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ചേഞ്ച് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് ടി പി ബൈ ആർ സി. സോ ഇനി വി ബിയുടെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി ബിയുടെ വാല്യൂ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി പി ബൈ ആർ സി മൈനസ് 1 ഇൻറ്റു, സോ വി ബിയുടെ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് ടി പി ബൈ ആർ സി. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. സോ ഒരു പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഡിഫറെൻറ്റ് കേസസ് ആണ് നമ്മളിപ്പം അനലൈസ് ചെയ്തത്. അതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കി വെക്കുക. ദ റേറ്റ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫോൾ ഓർ റൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം കോൺസ്റ്റൻറ്റ് ആർ സി. ഇവിടെ ആർ സി എന്ന് പറയുന്നതാണ് ടൈം കോൺസ്റ്റൻറ്റ്. ആർ സിയുടെ ആ ഒരു ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈസ് ഈക്വൽ ടു ആർ സി, ഈ ഒരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ റേറ്റ് ഓഫ് എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിക്രീസ്. സോ ടോയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പറയാം ഇഫ് ആർ സി ഈസ് വെരി സ്മോൾ, ആർ സിയുടെ വാല്യൂ വെരി സ്മോൾ, ആർ സി വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് വി വിൽ ഗെറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പൈക്സ്. നമുക്കിപ്പം കിട്ടിയ വേവ് ഫോം തന്നെ നമുക്ക് ഇങ്ങനൊരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് സ്പൈക്സും അതുപോലെ തന്നെ നെഗറ്റീവ് സ്പൈക്സും കിട്ടുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കും ആർ സിയുടെ വാല്യൂ ഈ ഒരു കേസിൽ വളരെ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പൈക്സ് ആയിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. സോ ഇങ്ങനെ ഈ ഒരു പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പൾസ് ഇൻപുട്ടിനെ സ്പൈക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ ടോയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു കൺവേർഷൻ. സോ ദിസ് പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പൾസസ് ഇൻ ടു സ്പൈക്സ് ദാറ്റ് ഈസ് നോൺ ആസ് പീക്കിംഗ്. ആ ഒരു ടേമിനെയാണ് പീക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പൾസസ് ഇൻ ടു സ്പൈക്സ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് പീക്കിംഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ടു പൾസ് ഇൻപുട്ട്. ഓരോ കേസസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ടി ഈസ് ഈക്വൽ ടു 0 ഫ്രം 0 ടു ടി പി. ദെൻ അറ്റ് ടി പി ആണ് ആ സഡൻ ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ ആഫ്റ്റർ ടി പി the value will again exponentially decays to 0. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് വിൽ ഡീക്കേ ടു 0. ഈ ഒരു കേസിലെ ടൈം പീരീഡ് ആണ് ഞാൻ ഇ റേസ് ടു മൈനസ് ടി പി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. സോ അതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ എഴുതി. സോ ഇത്രയാണ് നമുക്ക് ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ്. നമുക്ക് അടുത്ത ലെക്ചറിൽ റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ടു സ്ക്വയർ വേവ് ഇൻപുട്ട് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.